അമ്മേ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതായത് ഈ അടുത്ത ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് അമ്മ ഇൻഫിനിറ്റ് ട്രിപ്പിൾ തെറാപ്പി സെൻറ്റർ എന്നൊരു സ്ഥാപനം നടത്തുന്നു എന്ന്. അതായത് ആശാൻ കൊടുക്കാത്തത് വൈദ്യൻ കൊടുക്കും എന്ന ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ദൈവവ്യപാശ്രയ ചികിത്സാ പദ്ധതി എന്ന്. അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? അതെ സ്മിതി, ഡോക്ടർ സ്മിതി, ഞാൻ രണ്ടൊന്ന് ഫോട്ടോ കാണിക്കാം. എന്താ റെലവൻ്റ് എന്ന് ചോദിച്ചാൽ ഇത് കണ്ട, ഇതാണ് അമ്മയുടെ ഗുരു ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര തീർത്ഥപാദർ പരമാമസം എന്തെങ്കിലും ചേർക്കാം. 723 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ ആ രൂപമാണെന്നാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് AD 1263 ആണ്ട് പൂജാതനായ ആളിനെ 1986 ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോൾ കിട്ടിയത് ഈ രൂപമാണ്. നോക്ക്, എത്ര യൗവനയുക്തനാണ്, എത്ര കരുത്താണ്, ഒരു കളരിയാസനെ പോലെ. ഈ മുടിയൊക്കെ കണ്ടോ? ഇതിന് പറയുന്നത് ജഡാധര ജഡാസമം ജിഗുരഭാര ബന്ധിതം ജഡാധരോജ്വലസദ് വിശാലഭാലമണ്ഡലം കൃപാകടാക്ഷ ബന്ധുരം സരോരുകാക്ഷയുഗ്മ തപോധനം പ്രഭാകരം പ്രണാമ്യ ശിവശിവെന്ന. മുടി സ്ത്രീകളെ പോലെയാണ്, നല്ല സ്മൂത്തായിട്ടുള്ള മുടി കണ്ട, കറുത്ത മുടി. വയസ്സിൻ്റെ മുടിയോ ബോഡിയോ അല്ല. അപ്പോൾ ഇത് തന്നെ നോക്കി, ഇതാണ് ഒരു യോഗിയുടെ യഥാർത്ഥ ഫിസിക്ക്. അത് തെളിയിച്ച് തന്നയാളാണ് എൻ്റെ ഗുരു. എനിക്ക് തന്നതും കുണ്ടലിനി യോഗം എന്ന് പറയുന്ന യോഗശാസ്ത്രത്തിലെ പരമപ്രധാനമായ കുണ്ടലിനി വിദ്യയാണ്. അതായത് യോഗവിദ്യയാണ്. മൂലാധാരസ്ഥിതമായിരിക്കുന്ന ആ ജീവകാന്ത ശക്തിയെ 6 ആധാരചക്രങ്ങൾക്കുപരി ആജ്ഞ കടത്തി ബ്രഹ്മരന്ധ്രത്തിനുപരി സഹസ്രാരത്തിലേക്ക് കൊണ്ടുവന്ന വിദ്യയാണ് യോഗികൾ പരിശീലിക്കുന്നത്. പതഞ്ജലിയും എല്ലാം അത് തന്നെ, എല്ലാം ഒരു വഴിയാണ്. നമ്മൾ ഈ ദക്ഷിണായനം ഉത്തരായനം എന്നൊക്കെ പറയുന്ന ഇടപിങ്കളകളിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുന്നതിനെയാണ് പറയുന്നത്. യോഗശാസ്ത്രം നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പം ഇടകലയിലോടുന്നു പിങ്കളയിൽ, വലത് കലയിലോടുന്നു പ്രാണൻ. പക്ഷേ ഇത് സുഷുമ്നിലേക്ക് കയറ്റുക, അത് യോഗികൾക്കേ കഴിയത്തുള്ളൂ. അങ്ങനെ അപ്പോൾ അമ്മയുടെ ഗുരു ആദ്യമേ തന്നെ തന്നത് അമ്മയ്ക്ക് യോഗവിദ്യയാണ്. അപ്പോൾ താഴെയും മുകളിലും ഇളകണമെന്ന് പറഞ്ഞു. താഴെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിൽ, അതായത് നമ്മുടെ ഉദത്തിന് താഴെ ഒരു ത്രികോണ ആയിരിക്കുന്ന അസ്ഥിക്കകത്ത് ഇത് സ്പന്ദനം വരും. സ്പന്ദിക്കുന്നത് പ്രാണനാണ്. അത് ഈ സ്പന്ദനം പ്രാണനിരോധം ചെയ്യുമ്പോൾ പ്രാണനെ ഈ ജീവകാന്ത ശക്തി ഉയർത്തെഴുന്നേക്കും, ഒരു പാമ്പിനെ പോലെ. ഇത് ആധാരചക്രങ്ങൾക്കുപരി പോയി ഓരോ ആധാരങ്ങൾ ചെല്ലുമ്പോഴും ഇതിന് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഭ്രൂമധ്യത്തിൽ വന്നെങ്കിൽ മാത്രമേ യോഗിയാകത്തുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും, ഒരുപാട് കാര്യം അങ്ങനെ സിദ്ധി കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ ആ സിദ്ധിയിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം കിട്ടത്തില്ല. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മഹാഗുരു ജ്ഞാനമാണ് തന്നേക്കുന്നത്. കണ്ടോ, ജ്ഞാനമാണ്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അകൂർമനയിൽ നിന്ന് പൂജാതനായത്. അകൂർമനയിൽ നിന്ന് 8ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിനെ സാക്ഷാൽ ശ്രീരാമൻ തന്നെ ഗോസായി വേഷത്തിൽ വന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി നാട് കടത്തി എന്നാണ് പറഞ്ഞത്. തിരസ്കരണി എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. ആളെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അവർക്ക് കാണാം. അങ്ങനെ കൺകെട്ടി കൊണ്ടുപോയത്, അത് കൺകെട്ട് വിദ്യയല്ലേ, വേറെയാണ്. സ്വാമി പറഞ്ഞതാ. അങ്ങനെ 8 വയസ്സായ കുട്ടി ഇദ്ദേഹത്തെ യോഗിയാകാൻ പോകേണ്ട ആളല്ലേ, ഹിമാലയത്തിൽ കൊണ്ടുപോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അതൊന്നും നിർണ്ണയിക്കാനാക്കാത്ത അത്ര ഇയേഴ്സുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഈ ശാസ്ത്രം പുരോഗമിച്ചിട്ട് ഓരോരുത്തർ സിദ്ധഗുഞ്ച് അത് ഇതൊക്കെ കണ്ട് അവിടെ സിദ്ധന്മാരെ, ഇപ്പോൾ പോരാത്തന്നെ പ്രയാഗരാജിൽ അമ്മ പോയിരുന്നല്ലോ, അപ്പോഴും കുറേ യോഗികളെ കണ്ടു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അസ്വാഭാവികതയല്ല. ശാസ്ത്രം പുരോഗമിച്ച് നാസയും മറ്റും ഫോട്ടോകൾ വരെ എടുക്കുന്നു. അപ്പോൾ ഈ ഗുരു ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഗുരുവാണ് എനിക്ക് തന്നിരിക്കുന്നത് നീ ഇപ്പോൾ പറഞ്ഞ ദൈവ വ്യപാശ്രയ ചികിത്സ 1985 എന്നോട് സൂചിപ്പിച്ചത്. ഞാൻ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അധികം പ്രായമൊന്നും ഉള്ളപ്പോഴല്ല, ആ പ്രായം ഞാൻ കാണിക്കുന്നില്ല, ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷേ അതിനുശേഷം എനിക്കിപ്പോൾ 78 കഴിഞ്ഞു. ഈ പ്രായത്തിലും യോഗവിദ്യയുടെ ആ സുഹൃത ഫലമോ അതിൻ്റെ നൽഫലങ്ങളോ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോഴും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, പരിക്കേറ്റിട്ട് പോലും നാഡീവ്യൂഹങ്ങൾക്ക് വലിയ കുഴപ്പം പറ്റിയില്ല. അതിനൊക്കെ ചികിത്സിക്കുന്നത് എന്നോട് ഗുരു പറഞ്ഞത് ആയുർവേദമാണ്. മോഡേൺ മെഡിസിൻ ഉള്ളവരെ നമ്മളുടെ കുടുംബത്തിലെല്ലാം ഫാദറിലെ വരെ അന്ന് പഠിച്ചതാണ്, നേരത്തെ 50കളിലൊക്കെ. പക്ഷേ എൻ്റെ ഗുരു പറയുന്നതേ ഞാൻ കേൾക്കുള്ളൂ. എൻ്റെ ഗുരു താളിയോല തന്നിട്ടുണ്ട്. എൻ്റെ ഗുരു ഒന്നും അറിയാത്ത എനിക്ക് കുറച്ച് ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചിട്ട് പോയി. അത് ഭാവിയെ കരുതി തന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് യോഗ ചികിത്സയാണ് അല്ലേ. എന്നോട് നീ പറഞ്ഞല്ലോ ഇൻഫിനിറ്റ് ട്രിപ്പിൾ തെറാപ്പി. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 3, തെറാപ്പി എന്ന് പറഞ്ഞാൽ ചികിത്സ, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അനന്ത ഫലത്തെ തരുന്നതെന്നാണ് മീനിങ്. ആദ്യം മലയാളത്തിലായിരുന്നു നമ്മൾ ഇട്ടത്. പിന്നെ നമുക്ക് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു നമ്മൾ അതിനകത്ത് മതമോ ജാതിയോ ഒന്നും നോക്കണ്ട, നമ്മൾ തീർച്ചയായിട്ടും
ഒരു അമ്മയുടെ ധ്യാനത്തിൽ എന്ത് കിട്ടുന്നു, ധ്യാനത്തിലാണ് എനിക്ക് ഈ പേര് തരുന്നത്. ഇത് ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്ന പേരാണ്, രജിസ്ട്രേഷന് കൊടുത്തിരിക്കുന്ന ഈ പേരാണ്. അപ്പോൾ ഈ മൂന്ന് വിധമായ തെറാപ്പിയിൽ ഒരു തെറാപ്പി യോഗ തന്നെയാണ്. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കുകയും പ്രാരബ്ധ ജീവിതത്തിനിടയ്ക്കും കഷ്ടപ്പാടിനിടയ്ക്കും എല്ലാ ദിവസവും യോഗ ചെയ്യും. കുറച്ച് സമയമായിരിക്കും യോഗ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സർസൈസ് ആണെന്ന് ആളുകൾ വിചാരിച്ചത്. പല മെത്തേഡുകൾ ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ആസനങ്ങൾ കാണിക്കുകയോ കടയോഗിയായിരുന്നു പ്രഭാകരസ്ഥിതി, അതിലൊന്നുമല്ല. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഗുരു പറഞ്ഞു തന്നത്. മനസ്സിനെ നിയന്ത്രിക്കാം. നമുക്കിപ്പോൾ ഒരു പശുവിനെയെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് വളർത്തണമെങ്കിൽ ആ പശു ഏത് ജനുസാണ്, അതിന് പാൽ എത്ര കിട്ടും, ഇതെല്ലാം നോക്കണ്ടേ? അതുപോലെ തന്നെ ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിൻ്റെ. ഗുരുനാഥൻ പറഞ്ഞത് 2 സ്വഭാവം മനസ്സിനുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെ തലം, ഒന്ന് വിചാരത്തിൻ്റെ തലം. വിചാരത്തിൻ്റെ തലം ബുദ്ധിയുടെ തലമാണ്. വിശ്വാസത്തിൻ്റെ തലം നമ്മുടെ ഈ വിശ്വാസങ്ങളുടെ തലമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ തല ഉറച്ചില്ലെങ്കിൽ ബുദ്ധിയുടെ തലം ഭ്രമിച്ചു പോകും. അപ്പോൾ ഈ ചികിത്സാപദ്ധതി ആയുർവേദക്കാർ പറയുന്നുണ്ട് ഇത് രണ്ടും വേണമെന്നുള്ളതാണ്. അവർ പറയുന്നതിൽ ഒന്നാണ് മനസ്സിൻ്റെ ഈ പ്രയാണത്തിൽ വിചാരവും വേണം ബുദ്ധിയും വേണം. യുക്തി വ്യവസായ ചികിത്സയെന്ന അതിന് മെഡിസിൻ എടുക്കട്ടെ. ഇപ്പോൾ കാലിൽ നമ്മൾ മുറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുമോ? എന്തു ചെയ്യും? കാല് വെച്ച് കിട്ടുമല്ലേ? അത് യുക്തി സഹജമാണ്, അത് യുക്തി വ്യവസായ ചികിത്സ. പക്ഷേ ഡീപ്പായിട്ട് ഗുരുനാഥൻ പറഞ്ഞത് ചരകനുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ വായിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അധികം വായിക്കുന്നില്ല. പക്ഷേങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് പോരാ. അവിടെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി. ഇനി ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ഈ ഫോട്ടോ കാണിച്ചിട്ട്. ഇത് ഞാൻ ഒരുപാട് യോഗ പഠിച്ചിട്ട് ഞാൻ പോസ്റ്റർ പ്രസൻറ്റേഷന് ആയുഷ് കോൺക്ലേവിൽ ചെന്നു. തിരുവനന്തപുരത്ത് വെച്ച് 2004 അല്ലല്ല 2016 തോന്നുന്നു. അവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആയുഷ് കോൺക്ലേവിൽ ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തു യോഗയെക്കുറിച്ച്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഞാൻ എടുത്തത് പിന്നെ തീർച്ചയായിട്ടും ഭഗവത്ഗീതയാണ് ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസിലാണ് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റാണിത്. ഡോക്ടറാണ് തരുന്നത്. ഈ പ്രായത്തിൽ 2016 എനിക്ക് എത്ര പ്രായം കാണും? ഏകദേശം 70 മേളിലുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവരെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു PhDക്ക് തുല്യമായ ഒരു അംഗീകാരമാണത്. അതെനിക്ക് പ്രാക്ടിക്കലായിട്ട് പറയാനും എടുക്കാനും പറ്റിയത് കൊണ്ടാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ആരോഗ്യം, ഹെൽത്ത്. ഇപ്പം ഹെൽത്ത് WHO തന്നെ പറയുന്നത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഹീലിംഗ് ആണ്. ഹീൽ എന്നുള്ള വാക്ക് തന്നെ മനസ്സിനെ ബേസ് ചെയ്താണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഘടയോഗം കൊണ്ടല്ല കാര്യം. മനസ്സിനെ എങ്ങനെ സത്വാവജയമെന്നാണ് പറയുന്നത് ആയുർവേദക്കാർ. സത്വഗുണത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. സത്വമായ ബോധം സത്വമായിരിക്കുമ്പോഴാണ് മനസ്സെന്ന് പറയുന്ന ഊർജം പുറത്തേക്ക് വിട്ടത്. ആദിമ ഊർജം, ദൈവത്തിൻ്റെ ഊർജം, ദൈവികമായിട്ട് പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അത് പരമാത്മാവ്. ആ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് മനസ്സ്. ആ പരമാത്മാവിൽ നിന്നുണ്ടായ മനസ്സ് പ്രപഞ്ചത്തിലേക്കുള്ള ഓരോരോ കർമ്മങ്ങളിൽ വന്ന് ജന്മങ്ങൾ വന്നപ്പം ദൂഷിച്ചു. അപ്പം അവിടെ രജോ ഗുണം തമോ ഗുണം ഒക്കെ ഉണ്ടായിട്ട് മനസ്സ് ദൂഷിച്ചു. ആ മനസ്സിനെ മെഡിറ്റേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ ഒക്കൂ. മെഡിറ്റേഷൻ ഈസ് ദ മെഡിക്കേഷൻ ഓഫ് മൈൻഡ് എന്നാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ആ ധ്യാനത്തിന് പോയി ധ്യാനം ചെയ്ത് എന്ത് ധ്യാനം ചെയ്യുന്നു? അവിടെ ഒരു ഇമേജും പാടില്ല, ഒരു പ്രതീകങ്ങളും പാടില്ല. നമ്മളുടെ ഇപ്പം നീ ഡോക്ടർ സ്മിത ചോദിച്ചല്ലോ, ഇൻഫിനിറ്റ് ട്രിപ്പിൾ തെറാപ്പി. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ അനന്തമായ ബോധസത്തയിലേക്ക് മനസ്സിനെ വിടാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ആരാണോ ആ വിദ്യാർത്ഥിയെ. അതിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് അഭ്യസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വരുന്നപാട് ഫിസിക്കൽ എക്സർസൈസ് ചെയ്യാം, പക്ഷേ നമ്മളുടേതായ മനസ്സിനെ നമ്മളുടെ പൂർവാവസ്ഥയിലേക്ക് പറഞ്ഞു വിടുന്ന സംഭവമാണ് ഈ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ആ യോഗയിലേക്ക് നമ്മൾ അവരെ ഇരുത്തിയിട്ട് ഒരു പ്രതീകങ്ങളും വേണ്ട, പക്ഷേ ആക്ച്വലായിട്ട് ഉള്ളതിനെ ധ്യാനിക്കുക. രൂപാതീതം, ഭാവാതീതം, ഗുണാതീതം, നാശരഹിതം എന്നാണ് ശ്രീരാമനെ പറയുന്നത്. ശ്രീരാമനെ ആയിക്കോട്ടെ, ശ്രീരാമൻ എന്ന് പറയുന്ന രൂപത്തെയല്ല നമ്മൾ അവിടെ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കും അവിടെ.
നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ആരോടുകൂടിയായിരുന്നു? ഈശ്വരനോട് കൂടിയായിരുന്നു. പരമാത്മബോധം, ശുദ്ധബോധം, ശുദ്ധ മനസ്സ്. അയ്യോ ഇത്തിരി പ്രയാസം അത് കേട്ടോ. നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് വന്നു, ഇല്ലേ എൻ്റെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്നും ശുദ്ധബോധം കിട്ടത്തില്ല. അപ്പോഴാണ് നിങ്ങളെ ഞാൻ കൗൺസിൽ ചെയ്യുന്നത്. നിങ്ങളാരാണെന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അടുത്ത് വരും, നിങ്ങളുടെ ബോധം എവിടെ നിൽക്കുന്നെന്ന്. അതിനെ ശുദ്ധീകരിക്കാനും നമുക്ക് ആദ്യത്തെ പടിയാണ് ഞാൻ പറഞ്ഞത് ഈ വോയിസ് തെറാപ്പി. ഞാൻ പറഞ്ഞല്ലോ, രാമായണാദികൾ കേൾപ്പിക്കുക. വരുന്ന പാട് കണ്ണടച്ചിരുന്നിട്ട് വെറുതെയാണ് പറയുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെറ്റിക്ക് പ്രകാശം കണ്ട് ചിലർ പറയും ഒരു പടപടപ്പ് കണ്ടു, വൈബ്രേഷൻ കണ്ടു. ഇതെല്ലാം പൗളാ, ഇതൊന്നുമില്ല. ഈ വൈബ്രേഷൻ വരേണ്ടത് മൂലാധാരത്തിലാണ്. അതൊക്കെ ദിവസങ്ങൾ പോരെ, മാസങ്ങളെടുക്കും. ബാക്കി ഈ പറയുന്ന വ്യാജമായ പ്രസ്താവനകളാണിത് മുഴുവനും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആകർഷിക്കുകയാണ് ഇത്. പതഞ്ജലി മഹർഷിയൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു സിദ്ധപുരുഷന്മാർ ഉപയോഗിച്ച ഈ യോഗ 3 മാസം 6 മാസം കൊണ്ട് നിങ്ങളെ ഞാൻ പ്രാപ്തരാക്കാം, കുണ്ടലിനി യോഗം പഠിപ്പിക്കാൻ പച്ചക്കള്ളമാണ്. ഒരിക്കലും പറ്റത്തില്ല. യമനിയമാദി ആസന പ്രാണായാമി അതി പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അഷ്ടാംഗയോഗത്തിൽ കൂടെ പോകുന്നവർക്ക് പോലും പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാം? മനസ്സിനെ ചലിപ്പിക്കാതിരിക്കാൻ പറ്റും. അതിന് അവയർനെസ് കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം. അത് ഗുരുക്കന്മാരുടെ പിൻഗാമികൾക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളീ പറയുന്ന ലൊട്ടിലൊടുക്ക് പരിപാടി കൊണ്ട് ആകർഷിക്കരുത് ഒരിക്കലും സഹോദര ജീവനുകൾ. ചതിയാണത്. ഒരിക്കലും ഈ പറയുന്ന പോലുള്ള എഫക്റ്റ് ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ അടുത്ത് പരിശോധിക്കുക. അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുമ്പോൾ ഒന്നും മനയേവ നിർവിഷയ, വിഷയങ്ങൾ അപകടമാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഭാഗ്യമുള്ളവൻ അത് സ്വീകരിക്കും. സാക്ഷാൽ ശ്രീരാമൻ്റെ ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് രാമായണ അഭികാമ്യമായിട്ട് ഇന്നും എടുക്കുന്നത്. അച്ഛനെ പിടിച്ച് കെട്ടിയിട്ട് പിറ്റേന്ന് അഭിഷേകം ചെയ്യാമെന്നും ജ്യേഷ്ഠനോട് പറയുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ വരട്ടെ, ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാജഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കണം. കേട്ടല്ലോ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ഹരേ ലക്ഷ്മൺ, ഇത് അപകടകരമായ കാര്യമാണ്. ഇത് പിടിച്ചു വെച്ചാൽ നമുക്ക് 100 വയസ്സേ കിട്ടത്തുള്ളൂ, എനിക്കും നിനക്കും. കാലമാണ് ഇതിൻ്റെ എല്ലാം വിധാതാവ്. ആലോലചേതസ, താല്പര്യപൂർവ്വം നീ ഒന്നും പിടിച്ചെടുക്കാൻ നോക്കട്ടെ, ദൈവം തരുന്നെങ്കിൽ തരട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓരോന്ന് വെട്ടിപ്പിടിക്കാൻ നോക്കുന്നതാണ്. ആയുസ് പോകുന്നത് അറിയുന്നില്ല, എല്ലാം മറന്നും പോകുന്നു മായാബദ്ധനായ ജീവൻ. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ്? അവരെ പറഞ്ഞ് നമ്മളൊന്ന് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണ, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇപ്പോൾ കാലം മോശമാണെന്നുണ്ടെങ്കിൽ ഉടനെ ജ്യോതിഷൻ്റെ അടുത്ത് പോകും, അതിനനുസരിച്ച് കുറച്ച് പൂജകളൊക്കെ ചെയ്യും. പൂജകളൊക്കെ നമ്മുടെ തെറ്റ് മനസ്സിലാക്കി തരുന്നില്ല, നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്നില്ല. ആ ആദി കൊണ്ട് ചെയ്യുന്നതാണ്, അത് താൽക്കാലികമാണ്. പക്ഷേ നമ്മളിതൊക്കെ വായിച്ച് ഗുരുക്കന്മാർ പറഞ്ഞ സത്യപുരുഷന്മാരുടെ വാക്കുകൾ മിഥ്യയായി വരാമെന്നുള്ള ആ ഡയലോഗ് രാമായണത്തിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു തിരിച്ചെഴുത്തിന് നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ ഈ പ്രാരബ്ധം കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് തെറാപ്പി എന്ന് പറഞ്ഞത്. നിങ്ങളുമൊക്കെ പുതിയ പുതിയ വേർഡ്സ് പ്രയോഗിക്കുന്നെങ്കിൽ എനിക്കെന്താ. ഇപ്പം സ്വാതി തിരുനാളിൻ്റെ കീർത്തനങ്ങൾ, പിന്നെ ചെമ്പൈ, ഇവരൊക്കെ പാടുന്നു. മേഘമല്ലാർ രാഗം പാടി മഴ പെയ്ച്ചു. അപ്പം പ്രകൃതി ആ ശബ്ദത്തെ അംഗീകരിച്ചിട്ടില്ലേ? അതുപോലെ ഉത്തമന്മാരായ മഹർഷികളുടെ സാഹിത്യമാണ് പുരാണങ്ങൾ, അല്ലാതെ ഈ നീച സാഹിത്യമല്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ ആരായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകും. ആശ്രമത്തിൽ എത്തുമ്പോഴേ നമ്മൾ വെറുതെയെങ്കിലും ഈ ഗ്രന്ഥം എടുത്തു കൊടുക്കുന്നു, നമ്മൾ വായിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. നിങ്ങളെല്ലാം കള്ളത്തിൽ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ആ ഗ്രന്ഥമായിട്ട് വരൂ. അവിടെ ഒരു ദൈവികതയുണ്ട്. നിത്യവും നമ്മൾ ചെയ്യുന്ന ഒരു അഭ്യാസമുണ്ട്. നിത്യവും നമ്മൾ ശുദ്ധബോധത്തോടു കൂടിയിരുന്ന് എല്ലാവരെയും രക്ഷിക്കണേ. സർവേ ഭവന്തു സുഖിന സർവേ സന്ത നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചി ദുഃഖഭാഗ്യോ ഭവേത്. അവിടെ യാതൊരു പാർഷ്യാലിറ്റിയും ഒന്നിനോടും ഇല്ല, ഒന്നിനോട് മമത്വം ഇല്ല, കൂടുതൽ സ്നേഹവും ഇല്ല. ആ അന്തരീക്ഷത്തിൽ ദൈവമുണ്ട്. രാമമന്ത്രം ജയിച്ച ഹനുമാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലയെന്ന് പറയണ്ട. ഈ ദേവതകളെല്ലാം ഉണ്ട്. ഹനുമാനാണ് ആദ്യം വരുന്നത് ശ്രീരാമമന്ത്രം ജപിക്കുമ്പോഴേ.
എല്ലാ ദേവതകളും, ഒരു മഹർഷി ഇരിക്കുന്നിടത്ത് എല്ലാ ദേവതകളും, ഒരു മഹായോഗി ഇരിക്കുന്നിടത്ത് എല്ലാ ദേവതകളും ഉണ്ട്, എല്ലാവരും ഉണ്ട് പറയുകയാണ്. എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി വന്ന് നമ്മൾ താൽക്കാലികമായ ഒരു കാര്യം സാധിക്കാൻ ഒരു വഴിപാട് നടത്തുന്ന ഇടം മാത്രമല്ല. അപ്പം ദൈവ വ്യപാശ്രയ ചികിത്സ എന്ന് പറയുമ്പോൾ ദൈവീകമായ കാര്യങ്ങളിലൂടെ. പിന്നെ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും എനിക്കതിന് കബഡി വെക്കേണ്ട, വേറൊന്നും വേണ്ട. നമ്മുടെ ഋഷികൾ പറഞ്ഞിരിക്കുന്ന ഒരു ബയല ഉണ്ട് ജീവിതത്തിൽ, അത് നിങ്ങൾ പാലിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അഗ്നിസാക്ഷിയായി വരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് ചേർന്ന് അന്ന് വിളക്ക് കണ്ട് വേണം, ഒരു ഹോമം പോലും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന 5 തര യജ്ഞങ്ങൾ, ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം ചെയ്യുന്നില്ല, ദേവയജ്ഞം ചെയ്യുന്നില്ല, പിതൃയജ്ഞം ചെയ്യുന്നില്ല, ഭൂതയജ്ഞം ചെയ്യുന്നില്ല, മനുഷ്യയജ്ഞം ചെയ്യുന്നില്ല, ഒന്നുമില്ല. അതായത് ഗ്രന്ഥങ്ങളൊന്നും പാരായണം ചെയ്യുന്നില്ല, ഋഷികൾക്ക് പൂജ കൊടുക്കുന്നില്ല, സന്യാസിമാരെ അംഗീകരിക്കുന്നില്ല, പിന്നെയോ പിതൃക്കളെ നോക്കുന്നില്ല, പിതൃയജ്ഞങ്ങൾ ചെയ്യുന്നില്ല. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ ബലിയുടെ മാത്രമല്ല, മാതാപിതാക്കൾ വയസ്സായവരുണ്ടെങ്കിൽ അവരെ നോക്കുക, അവർക്ക് സുഖമായ ഇരിപ്പിടം കൊടുക്കുക, ആഹാരം കൊടുക്കുക, പാത്രം കൊടുക്കുക, പുടപ്പ് കൊടുക്കുക. അത് ഈ യജ്ഞം, ഭൂതയജ്ഞം, ഈ 5 തര യജ്ഞത്തിൽ ഏതെങ്കിലും ഒന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കവടി വേണ്ട, ഇത് വ്യവസ്ഥയാണ്. നമ്മുടെ ഋഷികുലം പറഞ്ഞിരിക്കുകയാണ്, വിവാഹം കഴിച്ച് ജീവിച്ചു പോകുമ്പോൾ സന്താനങ്ങളുടെ ഗുണത്തിന്, വംശവർദ്ധനവിന്, ധനവർദ്ധനവിന് എന്തുകൊണ്ട് നിങ്ങൾ ദരിദ്രരാകുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കടക്കാരാകുന്നു, എന്തുകൊണ്ട് സുഖജീവിതം കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ അടുത്ത് വാ, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ വർത്തതയെ തൽശാന്തി ഔഷധി ജപ തപ ഹോമാദിവി. ജപമില്ല, തപമില്ല, ഹോമമില്ല, യാതൊന്നുമില്ല, ദാനവുമില്ല. ഇത് നമ്മളുടെ പൊതുവായ നിയമമാണ്. അപ്പോൾ ദൈവ വ്യപാശ്രയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്വാവജയം എന്ന് പറയുമ്പോൾ മനസ്സിനെ സത്യമായ ആ ആശയങ്ങൾ കേൾപ്പിച്ച് മനസ്സിൻ്റെ സത്വബലം വർദ്ധിപ്പിക്കുക, ചൈതന്യം വർദ്ധിപ്പിക്കുക. അപ്പോൾ തന്നെ പകുതി രോഗം പോയി. ഇപ്പം 2 മനസ്സിലായല്ലോ. ഇപ്പം യോഗ തെറാപ്പി, ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ നോക്കണം. CISFൻ്റെ കമാൻഡറാണ് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുത്താണ് NTPC, ഞാൻ യോഗ ക്ലാസ് എടുക്കുന്നത്. ഒരു 4 വർഷത്തിന് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ഫോട്ടോയായിരുന്നു. ഇപ്പം യോഗയുടെ ഗുണം മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഒരു പുരസ്കാരത്തിനും വേണ്ടിയിട്ടില്ല, എൻ്റെ അനുഭവം, എൻ്റെ ഗുരുവ്, ഞാൻ അനുഭവിക്കുന്ന സുഖം, ആ ശാസ്ത്രം ഞാൻ പ്രചരിപ്പിക്കും. ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രചരിപ്പിക്കും, എൻ്റെ ഗുരു തന്നിരിക്കണം. പിന്നെ ഞങ്ങളുടെ ചികിത്സാ പദ്ധതി എന്നേ തുടങ്ങിയതാണ്. 5 വർഷം മുമ്പേ ഞങ്ങൾക്ക് ചികിത്സയുണ്ട്. പക്ഷേ ഇപ്പോഴേ കുറച്ചുകൂടെ വ്യാപിപ്പിച്ച് കൊണ്ടുവരാമെന്ന് ഞങ്ങൾക്ക് ഡോക്ടർ ആയിക്കഴിഞ്ഞു. 1-2 ഡോക്ടർമാർ ഞങ്ങൾക്ക് ആയിക്കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പിള്ളേർ പോയി BAMSും മെഡിസിനും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സർവീസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഹെൽപ്പ് കിട്ടും. പിന്നെ ഒത്തിരി വിദഗ്ധർ. ഇത് ഡോക്ടർ ദീപുവാണ്, പ്രഭാകർ സിദ്ധിയോഗിയുടെ ഒരു ഭക്തൻ തന്നെയാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹമാണ് തുടങ്ങിയത്. അവിടെ വന്ന് ആദ്യമേ അവിടെ ഇരുന്നൊരു രോഗിയെ പരിചയം. പിന്നെ ഡോക്ടർ ശ്രീകുമാർ, പിന്നെ സ്പൈനലിൻ്റെ ഡോക്ടർ ഉണ്ണി ഗോപാലകൃഷ്ണൻ, ഇവരെല്ലാം അവിടെ വരുന്നവരാണ്. ഇവരെല്ലാവരുടെയും സഹായം കിട്ടും. കാര്യം ഒരാൾ ത്യാഗനിർഭരമായിട്ട് നമ്മൾ ലോക സേവനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് എല്ലാ വിദഗ്ധരെയും അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ദിവസം ഒരു സഹായം. അപ്പം നമുക്ക് അതിന് നിങ്ങൾ നോക്കൂ, ഞാൻ നടത്തിയ രാമായണ യജ്ഞമാണ് കോതമംഗലത്ത്. ഇത്രയ്ക്കും ജനങ്ങൾക്ക് ആകർഷമായിട്ട് എന്താ വരുന്നത്? അവർക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു സംഭവം, അവരെ പറ്റിയുള്ള ഒരു സംഭവം, അവരുടെ മനസ്സിന് സുഖം കിട്ടുന്ന സംഭവം. ഒരു വേനൽക്കാലത്താണ് ഞാൻ അവിടെ വന്ന്, അവിടെ മഴ പെയ്തിരിക്കുക ഞാൻ ചെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ശരിക്കും ആളായിരുന്നത്. അപ്പം കോതമംഗലത്താണിത്. അപ്പം ഇങ്ങനെ ഇതൊരു കള്ളം പറയുമോ, ഒരു സ്മിത ചോദിച്ചുകൊണ്ട് പറയുക, ഇതൊരു വ്യവസായമാക്കാനോ ഒന്നുമല്ല. പക്ഷേ എല്ലാ മെഡിസിൻസും നമ്മുടെ കയ്യിലുണ്ട് ആയുർവേദത്തിൻ്റെ. അതായത് നമുക്ക് ഈ ഓർമ്മക്കുറവെന്ന് പറയുന്ന ബ്രെയിനിൻ്റെ സംഭവമാണെന്ന് ഗുരുജി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ബ്രെയിനിന് തന്നെയുള്ള പ്രോട്ടീൻസുള്ള പച്ചമരുന്നുകളുണ്ട്. ഹെർബൽ ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, ധാരയ്ക്ക് പകരമുള്ള എണ്ണകൾ. പിന്നെ ഇപ്പം നമ്മൾ ഈ നര എന്ന് പറയുന്ന സംഭവം പ്രാണശോഷണം കൊണ്ടുണ്ടാകുന്ന കണ്ടുപിടിച്ചു. എപ്പോൾ പ്രാണന് ദുഃഖം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് നര വരും. പ്രാണനും യൗവനവും അടുത്തടുത്താണ്. പ്രാണന് ദുഃഖം കൊടുക്കരുത്, അതിനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പലതരം മെഡിസിൻസ് ഉണ്ട്. നമ്മളിപ്പം സ്കിൽഡ് പേഴ്സൺസ് വരാഞ്ഞിട്ടാണ് അമ്മ അത് ഒതുക്കി വെച്ചിരുന്നത്.
അപ്പം മനസ്സിലായല്ലോ. അടുത്ത് വരുന്ന നിങ്ങൾ വരുമ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ദാരിദ്ര്യമാണോ, കടമാണോ, കുടുംബകലഹമാണോ, രോഗമാണോ, ഇതൊക്കെ തന്നെയാണല്ലോ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനകത്തുനിന്ന് വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. പ്രഷറാണോ, ഷുഗറാണോ, ആണല്ലോ. ഇതെല്ലാം പൂർവ്വകാല അനുഭവം മനസ്സിന് കൊടുത്തിട്ടാണ്. അതാണ് മനസ്സ് നശിക്കുന്നില്ല. അതുകൊണ്ട് യോഗ കൊണ്ട് ചിത്തശുദ്ധി, ആയുർവേദം കൊണ്ട് ദേഹശുദ്ധി, വ്യാകരണം കൊണ്ട് ഭാഷാശുദ്ധി. ഇതിലേറ്റവും പ്രധാന വസ്തുതയാണ് ഭാഷാശുദ്ധി. രാമായണം വായിച്ചിട്ടുള്ളവർ എല്ലാവരും പറയുന്നുണ്ട്, പല തുറകളിലുള്ളവർ, രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഞങ്ങളെ ഇത്രയും ഭാഷാ പണ്ഡിതരാക്കിയതെന്ന്. ഈ രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് എഴുത്തച്ഛൻ അമ്പലപ്പുഴ താലൂക്കിൽ എൻ്റെ ഒരു മൂല കുടുംബത്തിൽ തന്നെ വെച്ചാണ് അഭയം കൊടുത്തത്, മാതൃവഴിക്ക്. അധ്യാത്മരാമായണം ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ്, അമ്പലപ്പുഴ താലൂക്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഫോണിൽ കൂടെ പറയേണ്ട കാര്യമല്ല ഇത്. ഇത്രയും ഞാൻ നിങ്ങൾക്കൊരു നിങ്ങളോട് പറഞ്ഞു. എന്തിന് രാമായണം? സ്മിത ചോദിച്ചല്ലോ, ഈ മാസം കൊണ്ട് തീരുന്നതാണ്. ഒരിക്കലുമല്ല. ചിലർ ചോദിക്കുന്നത് മരിക്കാൻ കിടക്കുന്നിടത്ത് വായിക്കുന്നതല്ലെന്ന്. എന്ത് പൊട്ടത്തരമാണ്! ഒരു ഹിന്ദുവായ മനുഷ്യന് തൻ്റേതായ പ്രധാന പ്രമാണം 2 ഇതിഹാസമാണ്, ഭാരതം, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത പിന്നെ വരുന്നത്. ഇത് രണ്ടും, രാമായണം എപ്പോഴും വായിക്കേണ്ടതാണ്. അപ്പോൾ നിസ്സാരമാക്കി കളയേണ്ട. മാസാചരണം തീർന്നോട്ടെ, നമുക്കൊരു വർഷാചരണം അങ്ങ് നടത്താം. ഗ്രന്ഥവും കൊണ്ടുവരിക. ഇതിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ വായിച്ച ഫലശ്രുതി പറയുന്നുണ്ട്. ആദിത്യഹൃദയമൊക്കെ വരുന്ന അഗസ്ത്യസ്തുതി, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഭക്ഷണശുദ്ധി, ഏറ്റവും വലുത് മനഃശുദ്ധി. അപ്പോൾ ഗുരു പരമ്പരയെ അവമാനിക്കാതെ ഈ ശരിയായ ഗുരുക്കന്മാർ, പ്രഭാകര സിദ്ധിയോഗിയുടെ സ്ഥാനമാണ്, പ്രഭാകര സിദ്ധിയോഗിയുടെ ഗ്രന്ഥമാണ്, പ്രഭാകര സിദ്ധിയോഗിയുടെ ശിഷ്യയാണ്. സ്ഥിരം, അതായത് മരണമില്ലാത്ത യോഗി എന്നറിയപ്പെടുന്ന ആ മഹായോഗിയുടെ ആ യൗവനയുക്തമായ ബോഡി കണ്ടോ? നിങ്ങളും ആചാര്യൻ പറയുന്നതനുസരിച്ച് ജീവിതശൈലി മാറ്റുവാണെങ്കിൽ, അതായത് ദിനചര്യ മാറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 120 വയസ്സ് വരെ 100 വയസ്സെങ്കിലും ഇരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ആശ്രമത്തിലെത്തുമ്പോൾ നിങ്ങളൊരു ഗ്രന്ഥം കൂടി കൊണ്ടുവരിക. നിങ്ങളുടെ രാമായണമോ എന്നുവെച്ചാൽ നിങ്ങളൊരെണ്ണം വാങ്ങണം, അതുമായിട്ട് വരിക. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, വളരെ അത്ഭുതകരമായ മാറ്റം കാണിച്ചു തരാം നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ. പിന്നെ തീർച്ചയായിട്ടും യോഗയുടെ പ്രധാന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരും. ഈ വയസ്സായവർക്ക് ഫിസിക്കൽ എക്സർസൈസ് പറ്റത്തില്ല. എന്ത് ചെയ്താൽ പ്രാണങ്ങളെ അടക്കാവുന്ന ഏറ്റവും വലിയ രസായനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അഹിംസ, അക്രോധം എന്നാണ് ചരക മഹർഷി പറഞ്ഞത്. അത് നിങ്ങൾക്കില്ല, ആർക്കുമില്ല. റിവെഞ്ചാണ് എല്ലാവർക്കും. ഏറ്റവും വലിയ ഡോക്ടറെക്കുറിച്ച് പറഞ്ഞ് രാഗാദി ദോഷരഹിതനായിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഡോക്ടറും ഇല്ല. അത് നമ്മുടെ മനസ്സ് തന്നെ ആയി മാറണം. ശിവത്തിൽ മരുന്ന് ഫലിക്കത്തില്ല, ശവത്തിൽ ഫലിക്കത്തില്ല. അതുകൊണ്ട് ജീവിതം സുഖകരമാക്കാൻ, ധാർമ്മികമാക്കാൻ ധർമ്മപുരാണമാണിത്. ഇനി വരുന്ന ദിവസങ്ങൾ 50 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, അരനൂറ്റാണ്ട് തീർന്നു, പോയി ജീവിതം പോയി. ഇനിയും വീണ്ടും മക്കളെ, തമ്പിമാരെ, കൊച്ചുമക്കളെന്ന് പറഞ്ഞിരിക്കാതെ ഒരു ബ്രേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ധൈര്യസമേതം മുമ്പോട്ട് പോയാൽ നേരെ ശ്വാസം പുറത്തേക്ക് വിടുക, അത്രേ പറയാൻ പറ്റും. ഒരുപക്ഷെ ഈ ജന്മം മുക്തി കിട്ടിയില്ലെന്ന് വരും, പക്ഷേ കേട്ടതൊന്നും പാഴായി പോകത്തില്ല. അടുത്ത ജന്മത്തിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ജന്മം ഉണ്ട്. പെട്ടെന്ന് മുക്തി കിട്ടത്തില്ലെന്ന് ലക്ഷ്മണോപദേശത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്കിലും തയ്യാറാകുക. നമുക്കറിയാമല്ലോ ചിങ്ങോലി ആശ്രമം എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെ നമ്പർ എൻ്റെ ഈ 2 വീഡിയോയിലും ഞാൻ ഇടും. ഡോക്ടർ സ്മിതയും ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ദൈവഗത്യ എനിക്ക് അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂകളെല്ലാം നല്ല സന്തോഷജനകമാണ്. ഞാൻ പറയേണ്ടതെല്ലാം എനിക്ക് അവരുടെ ചോദ്യത്തിലുണ്ട്. അപ്പം നിങ്ങൾ തമാശയായിട്ട് കണക്കാകാതെ ഭൂത, പ്രേത, പിശാച, ചാത്തൻ, യക്ഷി, ഗന്ധർവ ഇത്യാദികളുടെ ഭീകര കഥകൾ രാത്രി കേൾക്കാതെ, ഇപ്പം തന്നെ കേട്ടിട്ട് ഞെട്ടുന്നു. ഒരു പ്രേത സിനിമ കണ്ടപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തന്നെ കോടികൾ വാരിയെന്ന്. അപ്പം നിങ്ങളുടെ മനസ്സിലെ ടാലൻ്റ് എന്താ, വാസന എന്താ? പ്രേതങ്ങളെ കാണണം എന്നുള്ളത്. നിങ്ങൾക്ക് ദൈവത്തിനെ കാണണ്ട. ഈ കർക്കിടമാസ കാലത്ത് പോലും ആളുകൂടെ അത് അത്തരം താഴ്ന്ന ബോധമുള്ളവരാണ് അവിടെ ഓടുന്നത്. നമ്മൾ ഉന്നതമായ ബോധമാണ്, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്കാണ് പോകേണ്ടത്. അതിന് രാമായണാദികൾ തന്നെ വേണം. ഇതിഹാസ പുരുഷന്മാരുടെ കഥകളും
ഈ ഋഷികൾ പറഞ്ഞ വാക്കുകൾ ഒരു വാക്കൂടെ ഞാൻ ഇട്ട് തന്നിട്ട് ഇത് സമർപ്പിക്കാം. നിങ്ങളെല്ലാം ക്വിസ് പ്രോഗ്രാം ചെയ്യുന്നവരാണ്. ഞാനൊരു പുരസ്കാരം കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒന്നുകൂടെ എഴുതി വെച്ചു. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. രാമായണത്തിലെ ഒരു പ്രധാന വാചകമാണ്. അതാരോട് പറഞ്ഞെന്നുള്ളത് കണ്ടുപിടിച്ചു. എന്താണ് ആ പ്രത്യുപകാരം എന്നുള്ളത് ഒരു പേജിൽ എനിക്ക് എഴുതി അയച്ചാൽ മതി, കൂടുതൽ വേണ്ട. ശരിയായൊരു കാഷ് അവാർഡ് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് കൃത്യമായ ഉത്തരം തരുന്ന ആൾക്ക്. അത് നിങ്ങളുടെ മെമ്മറി വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ നിർത്തട്ടെ. ഒരു ഇതിഹാസത്തെ മുഴുവനും 1 മണിക്കൂർ, 1/2 മണിക്കൂർ, 20 മിനിറ്റ് ഉണ്ട് പറയാനൊക്കത്തില്ല. എൻ്റെ നമ്പർ തരും. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പോരാ. ഇപ്പോൾ 10-ാം തീയതി മുതൽ ഞങ്ങൾ വീണ്ടും 4 ദിവസത്തേക്ക് തുടർന്ന് പാരായണം വെപ്പിച്ചിരിക്കുകയാണ് വരുന്നവർക്ക് വേണ്ടിയിട്ട്. അതിനോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊണ്ടുവരാം, പറയണമെന്നില്ല. ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഇൻഫിനൈറ്റ് ട്രിപ്പിൾ തെറാപ്പി എന്ന് പേരിട്ട്. അനന്തമായ ആ സത്തയിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുന്നതാണിത്. അല്ലാതെ ഇത് കൂടോത്രമില്ല, മന്ത്രവാദമില്ല, ചാത്തൻ സേവയില്ല, വേറൊന്നുമില്ല. പക്കാ ശാസ്ത്രീയമായ പോംവഴിയാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഉൽപ്പത്തിക്ക് മുമ്പുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാം ക്രമേണ. ശരി.